ഹായ്, ദ എക്സ്പേർട്ട് ഫിസിയോ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തോൾ വേദനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന 5 സ്ട്രെങ്തനിങ് വ്യായാമങ്ങളാണ്. തോളിലെ പേശികളെ ബലപ്പെടുത്താൻ സഹായിക്കുന്ന 5 സ്ട്രെങ്തനിങ് വ്യായാമങ്ങളാണ്. സ്ട്രെങ്തനിങ് വ്യായാമങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു തെറാബാൻഡ് ഉപയോഗിക്കാം. ഒന്നാമത്തെ വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തെറാബാൻഡ് എടുക്കുക. തെറാബാൻഡ് മുകളിലേക്ക് ഉയർത്തി പിടിക്കുക. ഷോൾഡർ ലെവലിൽ വേണം ഈ തെറാബാൻഡ് പിടിക്കാനായിട്ട്. അതിനുശേഷം തെറാബാൻഡിന്റെ സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മുടെ കഴുത്തിന്റെ ഭാഗം വരെ കൊണ്ടുവരിക. വീണ്ടും മുകളിലേക്ക് ഉയർത്തുക. ഇത്രയും ഒരു സ്ലോ പ്രോസസ്സിൽ വേണം ചെയ്യാനായിട്ട്. വളരെ സ്പീഡായിട്ട് ചെയ്യാൻ പാടില്ല. ഇതൊരു 20 റെപ്പറ്റേഷൻ വരെ ചെയ്യാം. രണ്ടാമത്തെ വ്യായാമത്തിന് വേണ്ടിയിട്ട് തെറാബാൻഡ് മുന്നിലേക്ക് പിടിക്കുക. അതിനുശേഷം പുറകിലേക്ക് കൊണ്ടുപോവുക. നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും മുന്നിലേക്ക് കൊണ്ടുവരിക. വീണ്ടും പുറകിലേക്ക് കൊണ്ടുപോവുക. ഈ ഒരു സ്ലോ പ്രോസസ്സായിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് ഒരു 20 റെപ്പറ്റേഷൻസ് വരെ ചെയ്യാം. കൂടുതൽ ചെയ്യാൻ സാധിക്കുന്നവർക്ക് കൂടുതലും ചെയ്യും. മൂന്നാമത്തെ വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തെറാബാൻഡ് കൈ താഴേക്ക് പിടിച്ചിട്ട് തെറാബാൻഡ് ഈ രീതിയിൽ പിടിക്കുക. അതിനുശേഷം കൈ മുകളിലേക്ക് ഉയർത്തുക. ഇരുവശങ്ങളിൽ മുകളിലേക്ക് ഉയർത്തി ഷോൾഡറിന്റെ ലെവലിൽ കൊണ്ടുവന്നതിന് ശേഷം താഴേക്ക് വീണ്ടും കൊണ്ടുവരിക. വീണ്ടും മുകളിലേക്ക് ഉയർത്തുക. ഈ ഒരു സ്ലോ ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതും 20 റെപ്പറ്റേഷൻസ് വരെ ചെയ്യുക. തോളിലെ പേശികളെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നാലാമത്തെ വ്യായാമത്തിന് വേണ്ടിയിട്ട് തെറാബാൻഡ് ഈ രീതിയിൽ പിടിക്കുക. അതിനുശേഷം മുട്ട് ശരീരത്തോട് ചേർത്ത് പിടിക്കുക. ഇരുവശങ്ങളിലേക്ക് മൂവ് ചെയ്യുക. ഇത് 20 റെപ്പറ്റേഷൻസ് വരെ ചെയ്യുക. തോളിലെ പുറകിലെ പേശികൾ നന്നായിട്ട് മുറുകുന്നത് വരെ ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. അഞ്ചാമത്തെ വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തെറാബാൻഡ് ജനൽ കമ്പിയിൽ ഇതുപോലെ ഇടുക. ജനൽ കമ്പിയിൽ ഇടുന്ന സമയത്ത് നമ്മുടെ ഉയരത്തിനേക്കാൾ മുകളിലായിട്ട് തന്നെ മുകളിലുള്ള ജനൽ കമ്പിയിൽ വേണം തെറാബാൻഡ് ഇടാനായിട്ട്. അതിനുശേഷം തെറാബാൻഡിന്റെ ഇരുവശങ്ങളിൽ പിടിച്ച് ഒരു കൈ അകലത്തിൽ നിൽക്കുക. അവിടെ നിന്ന് ഈ രീതിയിൽ വലിക്കുക. മുട്ട് 90 ഡിഗ്രി നിൽക്കണം. അതുപോലെ മുട്ട് ഷോൾഡർ ജോയിന്റിന്റെ ലെവലിൽ തന്നെ നിൽക്കണം. വീണ്ടും തിരിച്ച് വിടുക. വീണ്ടും ഇതുപോലെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് വലിക്കുക. ഈ രീതിയിൽ 20 റെപ്പറ്റേഷൻസ് വരെ ചെയ്യാം. തെറാബാൻഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ 5 വ്യായാമങ്ങൾ, 5 സ്ട്രെങ്തനിങ് വ്യായാമങ്ങൾ സ്ഥിരമായി ചെയ്യുന്നതിലൂടെ തോളിന്റെ പുറകു ഭാഗത്തുള്ള സ്കാപ്പുലാർ മസിൽസിനെ ബലപ്പെടുത്താനും അതോടൊപ്പം തന്നെ വേദന കുറയ്ക്കുവാനും സാധിക്കും. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.